ഫൈസി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഖത്തറിലെ ഒരു ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്. ഇവിടുത്തെ പ്രത്യേക എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പേര് വില്ലാജിയോ മാൾ എന്നാണ്. അതായത് മേലെ നമുക്ക് ആകാശം പോലെ തോന്നിപ്പിക്കുന്ന തരത്തിൽ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു സംവിധാനമാണ് വില്ലാജിയോ മാൾ. ഇവിടെ സഞ്ചാരികൾ ഏറ്റവും കൂടുതൽ വരുന്നുണ്ട്. പ്രത്യേകിച്ച് സീസണിലൊക്കെ സഞ്ചാരികൾ വരുന്ന ഒരു സ്ഥലമാണ്. നോക്കൂ, ഇതൊരു കനാലാണ്. ഇത് ഒരു ഷോപ്പിംഗ് മാളിനുള്ളിലെ, അല്ലെങ്കിൽ ഇവിടുത്തെ ഖത്തറിലെ ദോഹയിലെ ഒരു ഷോപ്പിംഗ് മാൾ, കാരിഫോറാണ് ഇത്. കാരിഫോറിനകത്തെ ഒരു ഷോപ്പിംഗ് മാളാണ് ഇത്. അതിലാണ് ഈ റൈഡിങ് നടക്കുന്നത്. ഇതിന് ഗൊണ്ടാല റൈഡിങ് എന്നാണ് പറയുക. ഈ വഞ്ചി, ഒരു കനാലിലൂടെ വഞ്ചി ഇതിൻ്റെ സഞ്ചാരികളുമായിട്ട് പോകുന്നതാണ്. അതിൻ്റെ ടിക്കറ്റ് സ്പെഷ്യൽ ചാർജൊക്കെ ഉണ്ട്. ഒരുപാട് ആളുകൾ അത് എൻജോയ് ചെയ്യുന്നു. കപ്പിൾസുകൾ വരുന്നു, മറ്റു വിദേശ രാജ്യത്തു നിന്നുള്ളവരും മലയാളീസൊക്കെ ഇത് എൻജോയ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് വ്യാഴം വെള്ളി ദിവസങ്ങളിലാണ് കൂടുതൽ ഇവിടെ തിരക്കുണ്ടാകുന്ന സമയം. വളരെ രസകരമായിട്ടാണ് അത് കാണുമ്പോൾ തന്നെ. നല്ലൊരു രസമാണ്. നമ്മളെ നാട്ടിലൊക്കെ ആ ഒരു ഫീൽ, നമുക്കൊരു നൊസ്റ്റാൾജിക് ഫീൽ വരും ആ ഒരു കനാൽ കാണുമ്പോൾ. അതിന് പറയുന്നത് കൊണ്ടാലോ റൈഡ് എന്നാണ് പറയുന്നത്. ഒരുപാട് ആളുകളൊക്കെ ഈ സമയത്തുണ്ട്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇതിന് ഒരുപാട് ഈ ഷോപ്പിങ്ങിന് പുറമെ ഫുഡ് കോർട്ടുകളാണ് ഇതിൽ കൂടുതൽ. വളരെ എൻജോയ് ചെയ്ത് ഇതിൻ്റെ അരികിലായിട്ട് ഒക്കെ, ഈ കനാലിനരികിൽ നമുക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാം. അടുത്തുള്ള ഷോപ്പുകളുണ്ട്, ഫുഡ് കോർട്ടുകൾ. അതിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവരുന്നു. ഇതിനടുത്തിരുന്ന് ടേബിളൊക്കെ ഇരുന്ന് കപ്പിൾസൊക്കെ ആയിട്ട് സംസാരിച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് ഒരു രീതിയാണിത്. എല്ലാവരും ഖത്തറിലൊരു അട്രാക്ഷൻ ഏരിയ ഒന്ന് ഇതാണ്, ഈ വില്ലാജിയോ മാൾ എന്ന അതിൻ്റെ മുകളിൽ കണ്ടില്ലേ, ശരിക്കും ഒരു തുറസായ നമ്മൾ സ്ഥലത്ത് പോയൊരു ഇതാണ് നീലാകാശം. എന്ത് രസമായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നീലാകാശമൊക്കെ കാണുമ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മൾ കടലോരത്തൊക്കെ പോകുന്ന ഒരു ഫീലാണ്. സത്യത്തിൽ അത് സീലിംഗ് വർക്കാണ്. നമുക്ക് ഫീൽ ചെയ്യുന്നത് ആ നീലാകാശം ഇങ്ങനെ മെല്ലെ പതിയെ ഇങ്ങനെ നീങ്ങിപ്പോകുന്നതായിട്ടൊക്കെ ഇങ്ങനെ ഫീൽ ചെയ്യും ആളുകളൊക്കെ. അതൊരു ബ്രിഡ്ജ്, അതിന് കുറുകെ ഒരു ബ്രിഡ്ജ് ഉണ്ട്, ഈ റിവറിന് ക്രോസ് ആയിട്ട് ബ്രിഡ്ജ്. അതിന് മുകളിൽ ആളുകൾ ഇരിക്കുന്നു, ഫോട്ടോ പോസ് ചെയ്യുന്നു. അങ്ങനത്തെ ഒരു സംവിധാനമാണ്. കണ്ടില്ലേ, അത്ര ഇവിടുന്ന് നോക്കുമ്പോൾ ആ ബ്രിഡ്ജിന് കുറുകെയാണ്, ആ കനാലിന് കുറുകെയുള്ള ബ്രിഡ്ജാണ്. ഞാൻ അതിൽ നിന്ന് ഇതാണ് ഈ ഫോട്ടോ ഷൂട്ട് ചെയ്തത്. ഒരു ദൂരക്കാഴ്ച കണ്ട് എന്തോ ഒരു മനോഹാരിതയാണ്. നമ്മുടെ നാട്ടിലെ ആ റിയാലിറ്റിക് കനാൽ തന്നെയാണ്. ആ ആകാശവും അതിന് ചുറ്റുള്ള ബിൽഡിങ്ങുകളും കനാലും വളരെ നൊസ്റ്റാൾജിക് ഫീൽ വരുന്നൊരു അനുഭവം തന്നെയാണ്. കാണേണ്ട കാഴ്ചയാണ് ഖത്തർ. ഈ ഷോപ്പിംഗ് മാൾ വരുന്നത് ഖത്തറിൽ ദോഹയിൽ അൽവാബ് സ്ട്രീറ്റിലാണ്. അസീസിയ മെട്രോ സ്റ്റേഷൻ ഇതിന് തൊട്ടടുത്താണ് വന്നിറങ്ങുന്നത്. അസീസിയ മെട്രോ സ്റ്റേഷൻ. ആളുകൾക്ക് വരാനും പോകാനൊക്കെ. പിന്നെ സഞ്ചാരികൾ, കുട്ടികൾക്കൊക്കെയുള്ള റൈഡിങ് ട്രെയിനുകളാണിത്. അത് ഇതിൻ്റെ ഓരത്തിൽ കൂടെ ഇങ്ങനെ പോകുന്നു, വഞ്ചി അപ്പുറത്ത് കൂടെ പോകുന്നു. വളരെ നല്ലൊരു രസകരമായ തിരക്കുള്ളൊരു അങ്ങാടി പോലെ നമുക്ക് ഫീൽ ചെയ്യും. നാട്ടിൻപുറത്തൊക്കെ നമ്മുടെ നാട്ടിലെ ആ ഒരു അങ്ങാടി ആണ് ഇതിന് ഫീൽ ചെയ്യുന്നത്. പുറകെ വലിയൊരു പാലം, ഷോപ്പിംഗ് മാളുകൾ, ഫുഡ് കോർട്ടുകൾ, ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ സംവിധാനങ്ങളും അടുത്തടുത്തുണ്ട്. ഇത് അതിനുള്ളിൽ തന്നെ ഐസ് സ്കേറ്റിങ്ങിനുള്ളതാണ്. കുട്ടികളൊക്കെ ഐസ് സ്കേറ്റിംഗ് എൻജോയ് ചെയ്യുന്നു. ഗൊണ്ടാലേനിയ ഐസ് അറീന എന്നാണ് ഇതിൻ്റെ പേര് തന്നെ. വളരെ രസകരമായിട്ട് തന്നെ ചുറ്റും ഫുഡ് കോർട്ടുകളാണ്. ആളുകൾ ഇരിക്കുന്നത്, കുട്ടികളുടെ പേരൻസ് അതിൻ്റെ അപ്പുറത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. വളരെ റഷായിട്ടുള്ളൊരു ഏരിയ കൂടിയാണ് ഇത്. വളരെ അട്രാക്റ്റീവായ ഏരിയയാണ് ഈ മാളിനകത്ത്. ആകാശവും ഒക്കെ നമുക്കിങ്ങനെ ഫീൽ ചെയ്യും.